എല്ലാവരും അടിച്ചോ? ഇല്ല, ഞാൻ ഏറെ സഹനത്തോടു കൂടിയുള്ള യാത്രയായിരിക്കും നമ്മുടേത്. കാരണം ഒന്നാം സ്ഥലം മുതൽ നടക്കുന്നവരുണ്ട്, താഴെ നിന്നും നടന്നു കയറുന്നവരുണ്ട്. ഒരുപക്ഷെ നടന്നു കയറുമ്പോൾ നമ്മുടെ ചങ്ക് പോലും പറഞ്ഞു പോകുന്ന പോലെയുള്ള വേദനയും കഷ്ടപ്പാടുകളുമൊക്കെ സഹിച്ചുകൊണ്ടാണ് നമ്മൾ ഈ കൊട്ടത്തടിച്ച മലയിലേരും എന്നുള്ള കാര്യം തീർച്ചയാണ്. നമ്മളിന്ന് പുതുഞായർ ആഘോഷിക്കുകയാണ്. നമ്മൾ പരമ്പരാഗതമായി നമ്മുടെ പൂർവികർ ആഘോഷിച്ച സന്തോഷത്തോടുകൂടെ പുതുവസ്ത്രങ്ങൾ വെണ്ണയേറിയ പുതുവസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ട് അവര് സമൂഹം ഒരുമിച്ച് ബലിയർപ്പിക്കുന്നുണ്ടായിരുന്നു, പ്രാർത്ഥിക്കുമായിരുന്നു. അതിനെയാണ് പുതുയാണ്. നമ്മൾ ഇന്നത്തെ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ ക്രിസ്തു ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നതാണ്. യഹൂദരെ ഭയന്ന് കഥകടച്ച് ഉള്ളിൽ കടന്ന് ഇരിക്കുന്ന ശിഷ്യന്മാർക്ക് യേശു പ്രത്യക്ഷപ്പെടുന്നു. പിന്നീട് തോമസിനും പ്രത്യക്ഷപ്പെടുന്നതിനെ കുറിച്ചാണ് നമ്മൾ സുവിശേഷ ഭാഗത്ത് കണ്ടുമുട്ടുന്നത്. ക്രിസ്തു ശിഷ്യന്മാർക്കും എല്ലാവർക്കും പ്രത്യക്ഷപ്പെടുമ്പോൾ ക്രിസ്തു സമാധാനത്തിൽ നയിക്കപ്പെടും. മലകളും കുന്നുകളും നിങ്ങളുടെ മുൻപിൽ ആർത്തുപാടും. വനവൃക്ഷങ്ങൾ കൈകൊട്ടും. മുൾച്ചെടിക്ക് പകരമായിരിക്കും ഒരിക്കലും നശിക്കാത്ത ശാശ്വതമായ സ്മാരകം. ഏറെ സഹനത്തോടു കൂടിയുള്ള യാത്രയായിരിക്കും നമ്മുടേത്. കാരണം ഒന്നാം സ്ഥലം മുതൽ നടക്കുന്നവരുണ്ട്, താഴെ നിന്നും നടന്നു കയറുന്നവരുണ്ട്. ഒരുപക്ഷെ നടന്നു കയറുമ്പോൾ നമ്മുടെ ചങ്ക് പോലും പറഞ്ഞു പോകുന്ന പോലെയുള്ള